കഥ കസേരകളി കഥകളി. സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് പറഞ്ഞതോടെ നമ്മുടെ തൃശ്ശൂർ MP പ്രതാപൻ വലിയ ടെൻഷനിലാണ്. പ്രതാപൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പ്രതാപന് പോലും അറിയില്ല. താടി വളർത്തിയത് തന്നെ മുസ്ലിം വിശ്വാസി ആയതുകൊണ്ടാണെന്നാണ് പ്രതാപൻ പറഞ്ഞു നടക്കുന്നത്. താടിയിൽ ഒതുക്കിയത് ഭാഗ്യം, വേറൊന്നും തോന്നിയില്ലല്ലോ. ഞാൻ എന്റെ ബാല്യത്തിൽ എന്റെ കൂട്ടുകാർ എല്ലാവരും ഇസ്ലാം മത വിശ്വാസികൾ. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ആത്മസുഹൃത്തുക്കളായ ഇസ്ലാം മത വിശ്വാസികളുടെ കൂടെ വിശുദ്ധ റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പകൽ മുഴുവൻ ഇരിക്കുമ്പോ കൂട്ടുകാരൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോ കൂടെ നടക്കുന്നവൻ അന്നപാനീയങ്ങൾ കഴിക്കുന്നത് അയ്യോ ശരിയല്ല എന്ന് എഴുത്തും വായനയും അറിയാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത വെറും ഒരു യാഥാസ്ഥിത കുടുംബത്തിൽ ജനിച്ച എന്റെ അമ്മയോട് പറഞ്ഞ് എനിക്ക് കഞ്ഞി വേണ്ട എന്ന് പറയാൻ മനസ്സുണ്ടായതുകൊണ്ട് സ്വാഭാവികമായും വിശുദ്ധ ഖുർആൻ എന്താണെന്ന് അറിയാനും മുസാഹിബ് എന്തറിയാനും പോത്തുള്ളി പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാനും, ആരെങ്കിലും താടി വെച്ചാൽ അത് തീവ്രവാദിയാണെന്നും ഇന്ന പേരാണെങ്കിൽ അവൻ ഭീകരവാദിയാണെന്നും പറയുന്നത് ശരിയല്ല എന്നതിനാൽ ജീവിതത്തിൽ 2 തവണ മാത്രമേ ഞാൻ അതുകൊണ്ട് സമ്പൂർണമായും ദൈവം തമ്പുരാൻ നൽകിയ എന്റെ ഈ മുഖത്ത് കാണുന്ന രോമങ്ങൾ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നതുകൂടി ഞാൻ വികാരത്തോടുകൂടി നാടൻ ഭാഷയിൽ പറയാൻ ഈ അവസരം ഉപയോഗിക്കുക. ചെറുപ്പത്തിൽ വളരെയധികം കുഴപ്പക്കാരനായിരുന്നു ഞാൻ. അതിന്റെ പീക്കിൽ വെച്ച് ഒരു തട്ട് കിട്ടി ജീവിതം തകർന്നു തുടങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസിന് വേണ്ടി വെച്ചു തുടങ്ങിയതാണ് ആ താടിയും പിന്നെ ഈ രൂപവും ഈ വേഷമല്ല. പിന്നെ ഓരോരോ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ രൂപത്തെ ശ്രദ്ധിക്കാണ്ടായി.